നമസ്കാരം. രാഹുൽ ഈശ്വർ ഹണി റോസ് വിഷയം. ശരിക്കും ഈ പ്രശ്നം ഹണി റോസും ബോബി ചെമ്മണ്ണൂരും തമ്മിലായിരുന്നു. എന്നാൽ രാഹുൽ ഈശ്വർ അദ്ദേഹത്തിന്റെ ബുദ്ധിപൂർവമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് ഈ പ്രശ്നത്തെ ഡീവിയേറ്റ് ചെയ്ത് മുഴുവൻ പ്രശ്നവും ഹണി റോസിന്റെ തലയ്ക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിലെ സമൂഹം ഉറപ്പായിട്ടും രാഹുൽ ഈശ്വറിനെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ ഈ ഒരു കാര്യത്തിൽ. നമ്മുടെ സമൂഹം അങ്ങനെയാണ്, അത്രയ്ക്കും ഇടുങ്ങിയ ചിന്താഗതി ഉള്ളവരാണ് ഈ നാട്ടിൽ കൂടുതലും. ശരിക്കും ഈ ഒരു പ്രശ്നത്തിൽ ചർച്ച ചെയ്യേണ്ടിയിരുന്നത് ഹണി റോസിന്റെ വസ്ത്രധാരണമായിരുന്നില്ല. സത്യത്തിൽ ചർച്ച ചെയ്യേണ്ടിയിരുന്നത് ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ളൊരു പ്രമുഖനായിട്ടുള്ള വ്യക്തി, അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ, പദപ്രയോഗങ്ങൾ, വഷളത്തരമാണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര വേദികളിൽ, എത്ര സ്ഥലത്ത് അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിന്റെ 100 കണക്കിന് വീഡിയോസ് യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ രാഹുൽ ഈശ്വർ ഇതിനകത്ത് ബുദ്ധിപൂർവ്വം ഇടപെട്ട് അദ്ദേഹത്തിന് കുറച്ച് ഭയങ്കര സംസാര ശൈലി, ഭയങ്കര സ്ഫുടമായിട്ടുള്ള സംസാര ശൈലിയാണല്ലോ. സ്ഫുടമായിട്ടുള്ള സംസാര ശൈലി ഉപയോഗിച്ചുകൊണ്ട് ഹണി റോസിന്റെ വസ്ത്രം മാന്യതയുള്ളതല്ല, ഹണി റോസ് നമ്മുടെ സമൂഹത്തെ വഴിതെറ്റിക്കുന്നു, ഹണി റോസ് ആണ് യഥാർത്ഥത്തിൽ പ്രശ്നം എന്ന രീതിയിലേക്ക് അത് വരുത്തി തീർത്തു, അല്ലെങ്കിൽ ആ ഒരു ഡയറക്ഷനിലേക്ക് കാര്യങ്ങളെ പറഞ്ഞു വിട്ടു. നമ്മുടെ നാട്ടില് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് എന്നൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടോ, അന്നെല്ലാം ഈ പ്രശ്നം എല്ലാം അവസാനം കറങ്ങിത്തിരിഞ്ഞ് സ്ത്രീകളുടെ മെക്കിട്ട് തന്നെ കൊണ്ടിടുക ആൾക്കാർ. എല്ലാ പ്രശ്നത്തിനും കാരണം സ്ത്രീയാണ്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ കൊൽക്കട്ടയിൽ നടന്ന ഒരു ഇൻസിഡന്റ് കുറച്ച് നാളെ ആയിട്ടുള്ളൂ, കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. ആ ഇൻസിഡന്റ് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെ അത്രയും ഭയാനകമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിട്ടും, ഒരു പ്രശ്നം ഉണ്ടായിട്ടും ആ ഒരു ഡോക്ടറിന്റെ ജീവൻ നഷ്ടപ്പെട്ടു, ആ പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു. അതും മരിക്കുന്നതിന് മുമ്പ് ആ പെൺകുട്ടി നേരിട്ട കാര്യത്തെക്കുറിച്ചിട്ട് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ടും ആ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആൾക്കാർ പറയുന്നത് എന്താണെന്നറിയാമോ? എന്തിന് ആ ഡോക്ടർ ഒറ്റയ്ക്ക് അവിടെ പോയി ഉറങ്ങി എന്നാണ് ചോദിക്കുന്നത്. അതും ഡോക്ടറിന്റെ മിസ്റ്റേക്കാണ്, ആ പെൺകുട്ടിയുടെ മിസ്റ്റേക്കാണ്, പെണ്ണിന്റെ മിസ്റ്റേക്കാണ് എല്ലാം. ഇവിടെ തന്നെ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നില്ല. ഇവിടെ കൂടുതലും ഡിസ്കസ് ചെയ്യേണ്ടത് ബോച്ചയെ പോലെയുള്ള പുരുഷന്മാരുടെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വർത്തമാനത്തെ കുറിച്ചിട്ടായിരുന്നു. ഡബിൾ മീനിങ് പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചായിരുന്നു. വെറുതെ ഡബിൾ മീനിങ് പറയുമല്ല, വൃത്തികേടായിട്ടുള്ള ഡബിൾ മീനിങ് ആണ് സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് ഒന്നും ഡിസ്കസ് ചെയ്യേണ്ട, എല്ലാ പ്രശ്നവും വസ്ത്രധാരണത്തിൻ്റെതാണ്. രാഹുൽ ഈശ്വർ പറഞ്ഞല്ലോ, സമൂഹത്തെ വഴിതെറ്റിക്കുന്നു, സമൂഹത്തിന് നല്ല മാതൃകയല്ല കൊടുക്കുന്നതെന്ന്. അങ്ങനെ പറയാൻ രാഹുൽ ഈശ്വറിന് എന്ത് അർഹതയാണുള്ളത്? 2013 മലയാളി ഹൗസ് എന്ന് പറയുന്ന ഒരു ഷോ ഉണ്ടായിരുന്നു. ആ ഷോയ്ക്കകത്ത് രാഹുൽ ഈശ്വർ പോയി നടത്തിയ പേക്കൂത്തുകൾ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. എന്തൊക്കെ പേക്കൂത്തുകൾ, എന്തൊക്കെ ഡബിൾ മീനിങ് പദപ്രയോഗങ്ങളായിരുന്നു രാഹുൽ ഈശ്വർ അതിനകത്ത് ഉപയോഗിച്ചതെന്നറിയാമോ? അതിനകത്ത് തന്നെയുള്ള ഒരു കോസ്റ്റാറുമായിട്ട് രാഹുൽ ഈശ്വർ നടത്തിയ കാര്യങ്ങളൊക്കെ ഇന്നും ആൾക്കാർക്ക് ഓർമ്മയുണ്ട്, മലയാളികൾക്ക്. അത് സമൂഹത്തിന് നല്ലൊരു മാതൃകയായിരുന്നല്ലോ രാഹുൽ ഈശ്വർ കൊടുത്തത്. ഇതാണ് പറയുന്നത്, നമുക്കൊരു കാര്യം മറ്റൊരാളോട് പറയാൻ അർഹത വേണം. ആദ്യം നമ്മൾ അങ്ങനെ ആയിരിക്കണം. ഇത് രാഹുൽ ഈശ്വർ മിക്കപ്പോഴും ഓരോ വിഷയത്തിലും ഓരോ സ്റ്റാൻഡാണ് എടുക്കുന്നത്. സത്യത്തിൽ ഭയങ്കര വിഷമമുണ്ട് അത് കാണുമ്പോൾ. എല്ലാ വിഷയവും ഹണി റോസിന്റെ വസ്ത്രത്തിലാണ്. എന്നാൽ ഹണി റോസിന്റെ വസ്ത്രം കാണുമ്പോൾ ഈ രീതിയിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉപയോഗിക്കുകയും അവരെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കുകയും അവരുടെ ശരീരത്തെക്കുറിച്ച് അനാവശ്യമായിട്ട് വർണ്ണിക്കുകയും ചെയ്യുന്ന പുരുഷന്റെ ഭാഗത്ത് ഒരു പ്രശ്നവുമില്ല. പുരുഷനെ അങ്ങനെയാണല്ലോ ദൈവങ്ങൾ സൃഷ്ടിച്ചത്. ഇത്രയും വീക്കായിട്ട് എന്ത് കണ്ടു കഴിഞ്ഞാലും കൺട്രോൾ പോകുന്ന ഒരു ജീവികളായിട്ടാണോ പുരുഷനെ ദൈവം സൃഷ്ടിച്ചത്? അത്രയും വീക്കാണോ പുരുഷന്മാര്? ഞാൻ പുരുഷന്മാരോട് തന്നെ ചോദിക്കുകയാണ്. എല്ലാ പ്രശ്നവും സ്ത്രീകളുടെ തലയ്ക്ക് കൊണ്ട് കെട്ടിവെക്കാതെ ഇരിക്കുക. ഹണി റോസ് ഒരു മോഡലാണ്, അവരുടെ പ്രൊഫഷൻ അതാണ്. നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ ആരാധിക്കുകയും ചെയ്യും, എന്നാൽ രാത്രിയാകുമ്പോൾ അതേ സ്ത്രീയെ തന്നെ കയറി പിടിക്കാനും പോകുന്ന ആൾക്കാരാണ്. അപ്പൊ ശരിക്കും ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് വസ്ത്രമോ ആൾക്കാരുടെ അപ്പിയറൻസോ ആൾക്കാർ നടക്കുന്നതോ ഒന്നുമല്ല. പ്രശ്നം നമ്മുടെ മനസ്സിനാണ്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഈ ന്യായീകരിക്കുന്ന ഓരോ ആണുങ്ങളും വിചാരിക്കുക, നാളെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അപ്പോൾ പറയും, എൻ്റെ കുടുംബത്തിലെ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ പെങ്ങന്മാരോ ഒന്നും ഇങ്ങനെയല്ല നടക്കുന്നത്, ഇത്തരം വസ്ത്രം ഇട്ടല്ല നടക്കുന്നത്. വസ്ത്രം എന്ന് പറയുന്നത് ഒരു മാനദണ്ഡവും അല്ല. നിങ്ങൾ ഈ വസ്ത്രത്തിന്റെ കാര്യം പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ടല്ലോ. എൻ്റെ അമ്മയോ എൻ്റെ പെങ്ങളോ എൻ്റെ സഹോദരിയോ ഒന്നും തന്നെ ഈ രീതിയിലുള്ള വസ്ത്രം ധരിക്കുന്നില്ല, അതുകൊണ്ട് അവർക്കൊരു കുഴപ്പവും ഉണ്ടാകുന്നില്ല എന്നല്ലേ നിങ്ങൾ വിചാരിച്ചു വെച്ചേക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. വസ്ത്രത്തിന്റെ കാര്യം പറഞ്ഞ് ന്യായീകരിക്കുകയും ഇതിനെ ചെറുതാക്കി കാണിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക, ഈ നാട്ടിലെ സ്ത്രീകൾ ഉപദ്രവിക്കപ്പെടുന്നതിന് ഒരു പ്രധാന കാരണം വസ്ത്രമല്ല.
വസ്ത്രം എന്ന് പറയുന്നത് 1-2% മാത്രമേ കാരണമാകുന്നുള്ളൂ. വസ്ത്രമോ സ്ത്രീകൾ നടക്കുന്നതോ അവരുടെ ശരീരഘടനയോ ഒന്നും കൊണ്ടല്ല സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ സ്ത്രീകൾ ഉപദ്രവിക്കപ്പെടുന്നത്. അതൊന്നും ഒരു മാനദണ്ഡമേ അല്ല. യഥാർത്ഥത്തിൽ മാനസിക വൈകൃതമുള്ളത് പുരുഷന്റെ ഉള്ളിലാണ് എന്ന് മനസ്സിലാക്കുക. ഈ ന്യായീകരിക്കുന്ന പുരുഷന്മാരോടാണ് എനിക്ക് പറയാനുള്ളത്, അല്ലാത്തവരോടല്ല. ഇങ്ങനെ ന്യായീകരിക്കും നിങ്ങൾ. നാളെ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ഈ കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റുമോ? ന്യായീകരിക്കാൻ പറ്റില്ല. കൊൽക്കട്ടയിലുള്ള ആ ഒരു ഡോക്ടർ, ആ ഡോക്ടറിന്റെ വസ്ത്രമായിരുന്നോ പ്രശ്നം? അല്ല. ആദ്യം നോക്കുന്നത് അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിയുമ്പോൾ ആദ്യം നോക്കുന്നത് ആ സ്ത്രീയുടെ വസ്ത്രം എങ്ങനെയായിരുന്നു, ആ സ്ത്രീയുടെ പ്രൊഫഷൻ എന്താണ്, ആ സ്ത്രീക്ക് ആൺ സുഹൃത്തുക്കളുണ്ടോ, സോഷ്യൽ മീഡിയയിലുള്ള വ്യക്തിയാണോ, ആ സ്ത്രീ എങ്ങനത്തെ സ്ത്രീയാണ്, ഇങ്ങനെ എല്ലാം നോക്കി അങ്ങ് കാറ്റഗറൈസ് ചെയ്യും. അതിനകത്ത് എന്തെങ്കിലും ഈ കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഫോൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നം മുഴുവൻ ആ സ്ത്രീയുടെ ഫോൾട്ടാണ്, അല്ലാതെ പുരുഷന്റെ അല്ല. ആ സ്ത്രീയെ കയറി പിടിച്ച പുരുഷന്റെ അല്ല, ആ സ്ത്രീയെക്കുറിച്ച് തോന്നിവാസം പറഞ്ഞ പുരുഷന്റെ അല്ല, മോശപ്പെട്ട കമന്റ് ഇട്ട പുരുഷന്റേതല്ല, എല്ലാം ആ സ്ത്രീയുടെ പ്രശ്നമാണ്. ഇത് എവിടുത്തെ നിയമമാണ്? എവിടുത്തെ നീതിയാണ്? ഈ മാന്യത എന്ന് പറയുമല്ലോ, മാന്യത എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെ പേഴ്സ്പെക്റ്റീവാണ്. കൾച്ചർ എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ്. പണ്ടത്തെ കൾച്ചർ പൊക്കി പിടിച്ചുകൊണ്ട് വരണ്ട. ഇന്ന് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള കൾച്ചറുണ്ട്, അവരവരുടേതായിട്ടുള്ള മാന്യതയുണ്ട്. ഓരോ വ്യക്തിക്കും അവരവരുടെ ശരീരത്തിന് ഇഷ്ടപ്പെട്ടിട്ടുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ഒരാൾ വസ്ത്രം ധരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയെക്കുറിച്ച് അല്ലെങ്കിൽ ആ പുരുഷനെ കുറിച്ചും പോയി കമന്റ് അടിക്കാനോ അവരുടെ വസ്ത്രധാരണത്തെ കുറ്റപ്പെടുത്താനോ ഉള്ളൊരു പ്ലാറ്റ്ഫോം അല്ല ഇത്. ഈ ഒരു സമയത്ത് ഇതിനെ പറ്റിയിട്ടായിരുന്നില്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ള ഒരുപാട് പുരുഷന്മാർ ഇവിടെയുണ്ട്. അത്തരം പുരുഷന്മാരെ കുറിച്ചായിരുന്നു ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. നമുക്ക് തമാശയ്ക്ക് പറയാം, നമുക്ക് വേണമെങ്കിൽ വർണ്ണിക്കാം, കളിയാക്കാം, എല്ലാം പറയാം. പക്ഷെ അതിര് കടക്കാൻ വേണ്ടിയിട്ട് പാടില്ല. നമ്മൾ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, അത് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഇവിടെ ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ രാഹുൽ ഈശ്വർ ബോധപൂർവം ആ ചർച്ചയെ ഡീവിയേറ്റ് ചെയ്ത് വിട്ടു. ഇപ്പൊ രാഹുൽ ഈശ്വർ ആണല്ലോ എല്ലാവരുടെ ഉള്ളിൽ ഹീറോ. ഞാനിത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ സമൂഹത്തിന്റെ മൈൻഡ് സെറ്റ് അതാണ്. ഈ മൈൻഡ് സെറ്റ് മാറണമെങ്കിൽ ഇനിയും ഒരുപാട് വർഷങ്ങൾ എടുക്കും. അത്രയും നാളും സ്ത്രീകൾ ഈ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുവാണ്. ഈ നാട്ടിലുള്ള ഓരോ സ്ത്രീയും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇന്ന് നമ്മളുടെ സ്ത്രീകൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും അവകാശങ്ങളും ഒക്കെ തന്നെ പ്രോഗ്രസീവായിട്ട് ചിന്തിച്ച ഓരോ സ്ത്രീയും നേടിത്തന്നതാണ്. അന്ന് പ്രോഗ്രസീവായിട്ട് ചിന്തിച്ചിട്ടുള്ള സ്ത്രീകളൊന്നും തന്നെ അവർക്കൊന്നും ഈ ഒരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ആ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് പുരുഷന്മാർ അവരെ വകവരുത്തി. ഇതാണ് യാഥാർത്ഥ്യം. ഇനി കുറേ വർഷങ്ങൾ ഈ പുരുഷന്മാരുടെ മൈൻഡ് സെറ്റ് മാറുന്നിടം വരെ സ്ത്രീകൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കണം.